ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാക്യം ഈശോ തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഇതാണ്: വെറും വിളിച്ചപേക്ഷിക്കലല്ല, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ അന്വേഷിക്കുന്നവർക്കാണ് കർത്താവ് സമീപസ്ഥനാവുക. ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് സ്നേഹമുള്ളവരെ ഇത്. കാരണം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ചിലരുടെ കേൾക്കുന്നില്ല. കേൾക്കാതെ വരുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ഹൃദയം പരമാർത്ഥ ഹൃദയമാണോ? എൻ്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ദേഷ്യം, അസൂയ എന്നിവ നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണോ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ആത്മപരിശോധന ചെയ്യുക. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് ദൈവം സമീപസ്ഥനാകുന്നത്. നമ്മുടെ ഹൃദയം ഒരു ദേവാലയം പോലെ പവിത്രമാക്കിക്കൊണ്ട് നടക്കാൻ നാം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഉൾക്കൊള്ളുവാനും ആർക്ക് കഴിയുന്നുവോ അവരുടെ ഹൃദയം പരമാർത്ഥ ഹൃദയമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റു ചില സംഗതികൾ കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ദശാംശം നാം ദാനം ചെയ്യണം. കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് അർഹതപ്പെട്ടവർക്ക് കൂടി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. സമ്പത്തിൻ്റെ ദശാംശം മാത്രമല്ല, സമയത്തിൻ്റെ ദശാംശം നാം ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവം തന്ന 24 മണിക്കൂറിൽ അതിൻ്റെ ദശാംശം ഒരു 2-2.5 മണിക്കൂർ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കണം. തീർച്ചയായും ക്രിസ്ത്യാനികളായ നാം അത് ചെലവഴിക്കുന്നുണ്ട്. ദിവസവും കുർബാന പങ്കുകൊള്ളുന്നവരും സന്ധ്യാപ്രാർത്ഥന നടത്തുന്നവരും 1/2 മണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കുന്നവരും ജപമാല എത്തിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. അപ്പോൾ ദശാംശത്തിൽ കൂടുതൽ സമയം ദൈവത്തിലേക്ക് നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്ന ശബ്ദം, മനോഹരമായ നമ്മുടെ ശബ്ദം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. നാം ദൈവത്തെ ആർത്തുപാടി ആടിപ്പാടി സ്തുതിക്കണമെന്നാണ് പറയുക. അപ്പോഴാണ് സ്വർഗം തുറക്കുക. ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെ കാണുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്തുതിക്കുന്നില്ല എങ്കിൽ ഈ കിടക്കുന്ന കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്ത് വിളിക്കുമെന്ന്. അതിൽ നിന്നല്ല നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നമുക്ക് ദൈവം തന്ന മനോഹരമായ ശബ്ദം നാം പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, കുർബാന കൈക്കൊള്ളുന്ന സമയത്ത് എല്ലാം, നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളുന്ന സമയത്തെല്ലാം അത് നമുക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ ദശാംശം നാം ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് എനിക്ക് കിട്ടിയ ബോധ്യം ഇതാണ്: സഹനം. സ്നേഹമുള്ളവരെ, ചെറിയൊരു സഹനം വരുമ്പോൾ പോലും നമ്മൾ തളർന്നു പോകുന്നു. നമ്മൾ ആ സഹനങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നാം ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സഹനത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മ, ഇന്ന് അൽഫോൻസാമ്മയുടെ തിരുനാളാണ്, ജൂലൈ 28. ജൂലൈ 28 തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ അൽഫോൻസാമ്മയുടെ കാര്യം എനിക്ക് ഓർമ്മയിൽ വരികയാണ്. സഹനത്തെ ചോദിച്ചു വാങ്ങിച്ച വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അപ്പോൾ നമുക്ക് ചോദിച്ചു വാങ്ങണം. നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ നമ്മൾ വിശുദ്ധിയോടുകൂടി അത് സഹിക്കണം. അപ്പോഴാണ് അവിടെ വിശുദ്ധി ഉണ്ടാകുന്നത്. ഒരിക്കൽ എൻ്റെ മനസ്സ് എന്തോ ഇങ്ങനെ വിഷമിച്ചപ്പോൾ, എന്തോ ഒരു വല്ലാത്ത സഹനം ഉണ്ടായപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു: ഈശോ, എന്തിനാണ് എനിക്കിങ്ങനെ ഈ സഹനങ്ങൾ? അപ്പോൾ സ്നേഹമുള്ളവരെ, എനിക്ക് ഇങ്ങനെ ഈശോ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് നല്ലപോലെ ഫീലായി. നീ എന്തിനാണ് ഈ കുഞ്ഞു സഹനങ്ങൾ കിട്ടുമ്പോൾ പോലും ഇങ്ങനെ പതറുന്നത്? നീ എന്നെ ഒന്ന് നോക്കിക്കേ, നീ കുരിശിലേക്കൊന്ന് നോക്കിക്കേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഈ കുരിശിൽ കിടക്കുന്നത്? നിന്ദനങ്ങളേറ്റു, പീഡനങ്ങളേറ്റു. ഞാൻ അവരെന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ചെയ്തോ? എന്തുകൊണ്ട് നിനക്കിത് മനസ്സിലാകുന്നില്ല? സ്നേഹമുള്ളവരെ, അന്ന് എൻ്റെ മനസ്സ് കട്ടിയാക്കി. ഞാൻ ഏത് സഹനങ്ങൾ വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും, ആരോടും ഞാൻ പങ്കുവയ്ക്കില്ല. അന്ന് കിട്ടിയൊരു ബോധ്യമാണ്. ഞാനിത് പല പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ ഒരു ദശാംശം, ഒന്നും കൂടെ ഞാൻ പറയാം: നമ്മുടെ സമ്പത്തിൻ്റെ ദശാംശം, നമ്മുടെ സൗണ്ടിൻ്റെ ദശാംശം, നമ്മുടെ സമയത്തിൻ്റെ ദശാംശം, നമ്മുടെ സഹനത്തിൻ്റെ ദശാംശം, ഇതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. തമ്പുരാൻ ഇടപെടും. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. താങ്ക് യു.